بسم الله الرحمن الرحيم الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام والذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل وسلم وبارك على سيدنا ونبينا وحبيبنا وشفيعنا وقرة أعيننا محمد صلى الله عليه وعلى آله وصحابه والذين اتبعوهم بإحسان وعلينا وعلى مشايخنا وأساتذتنا ومصنفي كتبنا وذوينا وأحبابنا وسائر المؤمنين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ولا حول ولا قوة إلا بالله العلي العليم. ഇനി വറുബ്ബമാ ഖദ്ദംതു ഫസ്ലൻ, അപ്പോൾ അതിനു മുമ്പ് പറഞ്ഞത് വഖദ് ഉഖദ്ദിമു ബഅദ മസായിലിൽ ഫസ്ലിൽ മുനാസബത്തിൻ അവ ഇഖ്തിസാരിൻ, മുനാസബത്തോ ഇഖ്തിസാറോ ഉള്ളതുകൊണ്ട്. പിന്നെ ഇത്തിറാദ് പറഞ്ഞു, മറുപടിയും പറഞ്ഞു. രണ്ടിൽ മുനാസബത്ത് അവ ഇഖ്തിസാർ രണ്ടും പറയണ്ടല്ലോ, ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. അപ്പോൾ പറഞ്ഞ് അല്ല, അത് മുനാസബത്ത് ഉണ്ടാവും ഇഖ്തിസാർ ഇല്ലാതെ എന്ന് മാത്രമല്ല, ഇഖ്തിസാർ ഇല്ലെങ്കിലേ മുനാസബത്ത് ഉണ്ടാവുള്ളൂ. പിന്നെ പറഞ്ഞു വഖദ് യൂജദ് ഇഖ്തിസാറുൻ മിന്നൈസുൽ ലഫ്ലു, ലഫ്ലൈസിയത്തിൽ ഇഖ്തിസാർ ഉണ്ടാകും. പിന്നെ മിനൽ മുനാസബത്തി എന്നാണ് എൻ്റെ കിതാബിൽ, അവിടെ മഅൽ മുനാസബത്തി ആയിരിക്കും ചിലപ്പോൾ. മിന്നൈസുൽ മായന, മായന ഉള്ള നോക്കുമ്പോൾ മുനാസബത്ത് ഉണ്ട്, ലഫ്ലു ഉള്ള നോക്കുമ്പോൾ ഇഖ്തിസാറും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ വദാലിക കമാ വഖഅ ലഹു അവ്വലൽ ജിറാഹി ഫഇന്നഹു അഖറ ബഹ്സൽ മുക്റഹി അൻ ബഹ്സിസ് സബബിൽ മൂജിബി ലിൽ ഖവദി. അപ്പോൾ മുനാസബത്ത് മാത്രമുള്ളത്, ഇഖ്തിസാർ ഇല്ലാത്ത, അതിനുദാഹരണം വദാലിക. പിന്നെ ലിയജ്മാ അഖ്സാമൽ മസ്സലത്തി ബി മഹല്ലിൻ വാഹിദിൻ, അപ്പോൾ മസ്സല കിസ്മുകൾ ഒരു ഭാഗത്ത് ഒരുമിച്ച് കൂട്ടുക എന്നുള്ളത് മുനാസബത്താണല്ലോ, അവിടെ ഇഖ്തിസാർ ഇല്ല. ഈ ഇഖ്തിസാർ വരലെങ്ങനെയെന്ന് പിന്നെ വേറെ പറഞ്ഞിട്ടുണ്ട്. അതായത് പിന്നെ ഒരു മുബത്തദക്ക് എന്ത് ചെയ്യുക, ഖബറായിട്ട് പറഞ്ഞതിൻ്റെ മേലെ അത്ഫി ചെയ്യാൻ കഴിയുക. അത് വേറൊരു സ്ഥലത്ത് പറയുമ്പോൾ രണ്ട് മുബത്തദയും രണ്ട് ഖബറും പറയേണ്ടി വരും. അപ്പോൾ ഇവിടെ ഒരു മുബത്തദയും പറഞ്ഞ് അതിനെന്താക്കി ഖബറും പറഞ്ഞ് അതിൻ്റെ കൂടി രണ്ടാമത്തെ മുന്തിച്ചു കൊണ്ടുവരുന്ന മസാല അങ്ങ് അത്ഫി ചെയ്തിട്ട് ഖബറായിട്ട് അത്ഫി ചെയ്താൽ അപ്പോൾ ചുരുങ്ങിയല്ലോ. അല്ലെങ്കിൽ അതുപോലെ തന്നെ വേറെ ഒരു ആമിലിൻ്റെ മാമൂലായി പറയാ, രണ്ട് സ്ഥലത്താവുമ്പോൾ രണ്ടിടത്തും ആമിൽ പറയേണ്ടി വരും, അതിൻ്റെ മാമൂലാക്കാൻ പറ്റുക. അത് ഈ പറഞ്ഞ പോലെ ഒരു മഫൂലിൻ്റെ മേലെ അത്ഫി ചെയ്യുക, ഒരു ഖബറിൻ്റെ മേലെ അത്ഫി ചെയ്യുക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഒരു പിന്നെ മുത്തഅല്ലഖ്, ജാറിൻ്റെ മുത്തഅല്ലഖിനോട് ഇതിനെ താലീക്കാക്കുക, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇനി വറുബ്ബമാ ഖദ്ദംതു ഫസ്ലൻ ലിൽ മുനാസബത്ത്, ചിലപ്പോൾ ഒരു ഫസ്ല് തന്നെ മുനാസബത്തിന് വേണ്ടി മുന്തിക്കും. റുബ്ബമ എന്ന് പറഞ്ഞത് ഇവിടെ തഖ്ലീലിനാണ്. കമാ ജറ അലൈഹി ലിത്തഖ്ലീലി കമാ ജറ അലൈഹി ഉറുഫുൽ ഫുഖഹായി വഇൻ ഖീല ഇന്നഹാ ലിത്തക്സീരി അക്സറു. റുബ്ബമ മൊത്തത്തിൽ അറബി കലാമിൽ അക്സറിനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഫുഖഹായിൻ്റെ ഇസ്തിമാൽ അത് തഖ്ലീലിനാ. വഖദ് ഖീല ബിഹിമ, പിന്നെ ഇത് രണ്ടും പറഞ്ഞിട്ടുണ്ട് അവിടെ. ഫി റുബ്ബമായ വദ്ദുല്ലദീന കഫറൂ ലൗ കാനൂ മുസ്ലിമീൻ എന്ന് പറഞ്ഞില്ലേ, ആ കാഫിരീങ്ങൾ മുസ്ലിമായെങ്കിലും എന്ന് പലപ്പോഴും എന്താണ് ആഗ്രഹിക്കാറുണ്ട്. അത് തക്സീറിനാണോ തഖ്ലീലിനാണോ ഈ റുബ്ബമ എന്നുള്ളതിൽ മുഫസ്സിരീങ്ങൾ ഖിലാഫും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റുബ്ബമാ ഖദ്ദംതു ഫസ്ലൻ ചിലപ്പോൾ വഹുവ ലുഗത്തൻ, ഈ ഫസ്ൽ എന്ന് പറഞ്ഞാൽ എന്താ, അൽ ഹാജിസു ബൈന ഷൈഅൈനി, ഒരു മറന്ന രണ്ട് സാധനത്തിനിടയിലുള്ള മറക്കാണ് ഫസ്ൽ എന്ന് പറയാം. വഹുവ ഫിൽ കുത്തുബി, കിതാബിൽ ഫസ്ൽ എന്ന് പറഞ്ഞാലോ കദാലിക്ക, അതും അങ്ങനെ തന്നെയാണ്. ഫസ്ലുൻ എന്ന് പറയുന്നത് ഒരു മറയാണ്. എന്തിനാ അത്? ലി ഫസ്ലിഹി ബൈന അജ്നാസിൽ മസായിലി വ അൻവാഇഹ, ഈ ഫസ്ലുൻ എന്ന് പറഞ്ഞത് മസലകളുടെ ജിൻസിന്റെ ഇടയിൽ
ഒരു ജിൻസ് കഴിഞ്ഞ് ഇനി അടുത്ത ജിൻസ് പറയാൻ പോകും. അപ്പോൾ അവിടെ ഒരു ഫസുലു എന്ന് പറയും. അപ്പോൾ അൻവാഴിഹ എന്ന പോലെ മസലകളുടെ നൗകളുടെ ഇടയിൽ ഫസൽ ചെയ്യുക. ഇതിനാണ് ഫസുലുൻ എന്ന് പറയുന്ന ലഫ്ലിനെ കുറിച്ചായി പറഞ്ഞത്. ആ ലഫ്ല് ഫസുലുൻ എന്ന കിതാബിൽ ഇബാറത്തിടൽ എപ്പോഴാ? അതിങ്ങനെ അൻവാഴുകൾ അജ്നാസുകൾ വേർതിരിക്കാൻ വേണ്ടിയാണ് എന്നാ. എന്നാല് പിന്നെ കിതാബ് ബാബ് കിതാബ് കഥ ബാബു കഥ ഫസുലുൻ എന്നിങ്ങനെ പറയുന്ന ബാബു ഫസല് കിതാബ് എന്ന് പറഞ്ഞാല് അത് മജ്മുഅത്തും മിനൽ മസായിലാണ് എന്നിങ്ങനെ പിന്നെ ശാരിഹ്യങ്ങള് കിതാബു സലാത്തിന്റെ കിതാബു തഹാറത്തിന്റെ ഒക്കെ അവിടെ വിശദീകരിച്ചിട്ടുണ്ടല്ലോ. കുറെ ബാബുകൾ കൂടുന്നതാണ് എന്ത് കിതാബ് എന്ന് പറയുന്നത്, കുറെ ഫസലുകൾ കൂടുന്നതാണ് ബാബു എന്ന് പറയുന്നത്. ഈ ഫസിലാണെങ്കിലോ കുറച്ച് മസലകളായിരിക്കും. അത് ഈ പറഞ്ഞ പോലെ ഒരു നൗയിലുള്ള കുറച്ച് മസലകളായിരിക്കും ഉണ്ടാകുക. അപ്പൊ ഈ പറയുന്ന ഫസുലുൻ എന്ന് ആ പദം ഉണ്ടല്ലോ, മൂന്നക്ഷരം ചേർന്ന, ഇത് ഫാസിലാണ്, അപ്പുറം അപ്പുറം വരുന്നതിന്റെ, അങ്ങനെയാ പറയുന്നത്. പിന്നെ ലിൽ മുനാസബത്തി കഫസിലി കഫാറാത്തി മുഹറമാത്തിൽ ഇഹ്റാമി അലൽ ഇഹ്സാരി. ഈ ഫസിൽ മുന്തിച്ച് കഫാറാത്ത് മുഹറമാത്തുൽ ഇഹ്റാമിന്റെ, അതായത് ഇഹ്റാമിന്റെ മുഹറമാത്ത് ചെയ്താൽ ഉണ്ടാകുന്ന കഫാറത്തിന്റെ ഫസില് ഇഹ്സാറിനേക്കാൾ മുന്തിച്ചു, ഇഹ്സാറിന്റെ ഫസലിനേക്കാൾ മുന്തിച്ചു. ഇഹ്സാർ എന്ന് പറഞ്ഞാല് അജ്ജിനോ ഉംറക്കോ ഇഹ്റാം ചെയ്തിട്ട് എന്ത് ചെയ്യുക, അങ്ങോട്ട് പോയി അവിടെ എത്താൻ കഴിയാതെ വഴിയിൽ എന്ത് ചെയ്യപ്പെട്ടു, തടയപ്പെട്ടു. ഫ്ലൈറ്റ് മുടങ്ങിപ്പോയി, അല്ലെ കൊറോണ ആയിപ്പോയി, അങ്ങനെ എന്തായി, പിന്നെ പോകാൻ കഴിയുന്നില്ല, അങ്ങനെ വിലക്ക് വന്നു പോയി, അല്ലെങ്കിൽ അപ്പൊ അങ്ങോട്ടെത്താം. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം, അവിടെ തഹല്ലുലാകണ്ടേ, അതാ ആ ഫസ്ല്. ഇനി അർജു, ഇനി അപ്പൊ നഫായിസ് മുസ്തജാദാത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞ്. ഇനി പറയുന്നത് ഈ പിന്നെ മുഖ്തസർ ഉണ്ടല്ലോ, അതായത് നബിമാമി ഇഖ്തിസാർ ചെയ്ത് എടുക്കുന്ന ആ മുഖ്തസർ, ഇത് പൂർത്തിയായാൽ എന്താണ് അതിന്റെ മഹത്വം പറയാം. അർജു ഇൻ തമ്മ ഹാദൽ മുഖ്തസർ അൻ യകൂന ഫീ മഅന ശറഹ് ലിൽ മുഹറരി. അല്ല, ഇത് മുഹററിന്റെ ഒരു ശറഹ് പോലെ ആയിത്തീരും. പിന്നെ ഫഇന്നി ലാ അഹ്ദിഫു മിൻഹു ശൈഅൻ മിനൽ അഹ്കാമി. ശറഹ് പോലെ ആകണമെങ്കിൽ പിന്നെ അതിന് എന്തെങ്കിലുമൊക്കെ കളഞ്ഞാൽ പറ്റുമോ? അതില്ല. അപ്പൊ അതുകൊണ്ടാ പറഞ്ഞത് അതിന്റെ അഹ്കാമുകളിൽ നിന്ന് അസ്ലൻ ഒന്നും കളയുന്നില്ല. വമിനൽ ഖിലാഫി, ഖിലാഫിൽ നിന്നും വലൗക്കാന വാഹിയൻ, അത് ലഈഫായ ഖിലാഫാണെങ്കിലും അത് കളയൂല. മാമാ അശർതു ഇലൈഹി മിനൻ നഫായിസി, അതിനു പുറമെ ഞാൻ ഈ കൂട്ടുന്ന നഫായിസും ഉണ്ട്. അപ്പോ അതൊരു ഷറഹ് പോലെ ആയല്ലോ. ഷറഹ് പോലെ എന്ന് പറയാൻ കാരണം എന്താന്ന് പിന്നെ പറയും. അപ്പൊ അതാ പറയുന്നത്. പിന്നെ അർജു റജാ, റജാ ലിദ്ദുൽ യഇസി, യഇസ് എന്ന് പറഞ്ഞാൽ നിരാശ എന്നാ. അപ്പൊ റജാ എന്ന് പറഞ്ഞ പ്രതീക്ഷ. ഫഹുവ, ഈ റജാ അല്ലെ ലിദ്ദുൽ യഇസ് എന്ന് പറഞ്ഞാൽ തജ്വീസു വുഖൂഇ മഹബൂബിൻ അലാ ഖുർബിൻ എന്നാ. ഉടനെ വളരെ ദൂരത്തായിട്ടല്ലാതെ അടുത്ത കാലത്തായി ഇഷ്ടപ്പെടുന്നൊരു കാര്യം സംഭവിക്കാനുള്ള സാധ്യത കാണുക, അതാ തജ്വീസ്. അർജു, ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അതങ്ങനെ സംഭവിക്കുന്നുള്ളതാണ്. അതാ തജ്വീസ് വുഖൂഇ മഹബൂബിൻ അലാ ഖുർബിൻ. പിന്നെ വസ്തിഅമാലുഹു ബി ഗൈരിഹി, ഇതല്ലാത്ത എന്താണ് തമന്നി എന്നുള്ള അർത്ഥത്തിന് തർജി ഉപയോഗിക്കാറുണ്ട്. അപ്പോ പിന്നെ വേറെ അർത്ഥത്തിന് ഉപയോഗിക്കാറുണ്ട്, അതായത് പേടി ഉണ്ടാകുക. അപ്പൊ അങ്ങനെ ഈ പറഞ്ഞ റജാ ഈ തജ്വീസ് അല്ലാത്ത പല മാനക്ക് ഉപയോഗിക്കാറുണ്ട്. അതോ വസ്തിഅമാലുഹു ഫീ ഗൈരിഹി, അതിനൊരു ഉദാഹരണം പറയുന്നു. കമാഫി മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ എന്ന് പറഞ്ഞ ആയത്തില് ഈ പറഞ്ഞ റജാന്റെ അർത്ഥത്തിനല്ല, ഈ തജ്വീസ് എന്ന് പറഞ്ഞ ആ ലിദ്ദുൽ യഅസ് എന്നുള്ള അർത്ഥത്തിനല്ല. അപ്പൊ അതോ അത് മജാസുൻ യഹ്താജു ലി ഖരീനത്തിൻ എന്നാണ്. അതിന്റെ ഇടക്ക് ആ ലാ തർജൂനന്റെ അർത്ഥം പറഞ്ഞ ഈ ലാ തഖാഫൂന അലമത്തഹു അല്ലോ, അവിടെ അപ്പൊ ഖൗഫു എന്നുള്ള അർത്ഥത്തിനാ റജാ, നിങ്ങളെന്താ പേടിക്കാത്തത്, ലാ തർജൂന ലാ തഖാഫൂന. വഖാറൻ എന്ന് പറഞ്ഞാല് വഖാറല്ലാഹി അലമത്തല്ലാഹി, അള്ളാന്റെ അലമത്തിന് നിങ്ങൾ എന്താ പേടിക്കാത്തത്.
ഈ ഇസ്തിഅമാലാകുന്നത് മജാസാണ്, കരീനത്ത് വേണമല്ലോ. വൈറുമാഹു ലഹുല് ഉപയോഗിക്കുമ്പോ പിന്നെ കരീനത്ത് വേണം. ഇൻ തമ്മ ഹാദൽ മുഖ്തസറു, ഇത് പൂർത്തിയായാൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നാ. അപ്പൊ ഇൻ തമ്മ ഹാദൽ മുഖ്തസറു എന്ന് പറഞ്ഞാൽ ഈ ഇന്നും ഇതയും തമ്മിലൊരു വ്യത്യാസം ഉണ്ടല്ലോ അല്ലേ. അപ്പൊ ഇത കൊണ്ട് ഇബാറത്തിടലായിരുന്നു എന്ത്, ഇത മാലിയിലാണല്ലോ ഉപയോഗിക്കുക. അപ്പൊ പൂർത്തിയാകുക എന്നുള്ളതിനൊരു തഫാവുലായിട്ട് ഇതല്ലേ ഉപയോഗിക്കാൻ നല്ലത്, ഇന്നല്ലല്ലോ. പിന്നെ അപ്പൊ അതിന് കാരണം പറയുന്നത് അബ്ബറ ബിഹ, ഇൻ എന്നതുകൊണ്ട് ഇബാറത്തിട്ടുമ അന്നൽ മുനാസിബ് അലി റജാഇ, റജാഇനോട് മുനാസിബ് ഇതയാണ്. അന്നൽ മുനാസിബ് ഇതാന്നാ. എന്തിനാത്, ഇഷാറത്തൻ ഇല അന്നഹുമ റജാഇഹി. അപ്പൊ ആ മുനാസബത്ത് അതാണ്, ആ എന്ത് ഇതാ എന്നുള്ള ആ മുനാസബത്ത് അതാണ്. അത് ഇതാ മാലിയില ഉപയോഗിക്കുക. അപ്പൊ വാക്കയാകും എന്നുള്ളൊരു തഫാവുല് കിട്ടുമല്ലോ, ഇന്നിൽ അത് കിട്ടൂല. അപ്പൊ അത് അബ്ബറക്ക് കാരണം പറയുന്നു, ഇഷാറത്തൻ സൂചിപ്പിക്കാനാണ്. ഇലാ അന്നഹു മാ റജാഇഹി മുലാഹിലുൻ ലി മഖാമിൽ ഖൗഫി, ഇത് റജാ ഉണ്ടെങ്കിലും പേടിയുണ്ട്. ലി മഖാമിൽ ഖൗഫി അൽ മുഖ്തലീലി തറദ്ദുദി, അതായത് പൂർത്തിയാവുമോ ഇല്ലേ എന്നുള്ളൊരു പേടി, അതാണ്. അപ്പൊ അത് തറദ്ദുദിനെ തേടും. ഫിത്തമാമി അല്ലാസിമിലിൽ മർജുവി, മർജുവിന് ലാസിമാണ് തമാമു എന്ന് പറഞ്ഞത്. കാരണം റജാ നമ്മൾ പറഞ്ഞല്ലോ തജ്വീസ് ഉഖൂൽ മഹബൂബിൻ എന്ന. അപ്പൊ മർജുവായ കാര്യം പൂർത്തിയാകും എന്നുള്ളതാണ്. അപൂർത്തിയാവോ ഇല്ലേ എന്നുള്ളൊരു വേജാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇൻ എന്ന് പറഞ്ഞു. തമ്മ ഹാദൽ മുഖ്തസർ. ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി എന്തെല്ലാം മാലൂമാത്താ പറയുന്നത്, എല്ലാ ഫന്നും പറയുന്നുണ്ട്. ലൂഗത്തും പിന്നെ നഹ്വും അങ്ങനെ തുടങ്ങി എല്ലാ ഫന്നിന്റെയും വേറൊരു ശരഹ് നോക്കി ഇതേപോലെ ഉണ്ടാവില്ല. പിന്നെ തമ്മ ഹാദൽ മുഖ്തസർ അയിൽ ഹാദിറു ദിഹിനൻ. ഹാദൽ മുഖ്തസർ എന്ന് പറഞ്ഞാൽ ഏതാ, അത് ദിഹിനുള്ളതിൽ, കാരണം എഴുതി തുടങ്ങാൻ പോകുന്നല്ലേ ഉള്ളൂ. അപ്പൊ അവിടെ വേറൊരു സാധ്യത ഉണ്ട്. അതായത് കിതാബ് എഴുതുമ്പോൾ ആദ്യം എന്താണ്, കിതാബ് അങ്ങ് എഴുതും. കിതാബ് എഴുതും എന്ന് പറഞ്ഞാൽ അതിന്റെ ഖുതുബ മുഖദ്ദിമ എഴുതാതെ, ഇപ്പൊ ഇതിൽ കിതാബു തഹാറത്താണല്ലോ. അപ്പൊ കിതാബു തഹാറത്ത് മുതൽ തുടങ്ങി കിതാബ് അങ്ങ് പൂർത്തിയാക്കിയിട്ട് എന്ത് ചെയ്യും, അതിനൊരു ഖുതുബയും മുഖദ്ദിമയും എഴുതി ചേർക്കും. അങ്ങനെ ഉണ്ടാവും ചിലപ്പോൾ അങ്ങനെയല്ല, ബിസ്മി മുതൽ തുടങ്ങിയിട്ട് അങ്ങനെ എഴുതി ആദ്യം മുതൽ അവസാനം വരെ തീർക്കലുണ്ടാവും. ചിലപ്പോൾ ഇടക്ക് വെച്ച് എഴുതുന്നതും ഉണ്ടാവും. കിതാബ് കുറെ എഴുതി പൂർത്തിയായിട്ടില്ല, ഇടക്ക് വെച്ച് അപ്പൊ ഇത് അപ്പൊ ഇനി ഏകദേശം പൂർത്തിയാകാനൊക്കെ ഒരു സാധ്യതയല്ലോ. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഖുതുബ അങ്ങ് ചേർക്കാന്ന് വിചാരിച്ചിട്ട് ഇടക്ക് വെച്ച് എഴുതുന്നതുണ്ടാവും. അപ്പോ ഇതിപ്പോ ഏതാ രൂപം, ഇത് തമ്മ ഹാദൽ മുഖ്തസറു എന്ന് പറഞ്ഞ ഹാലിറു ദിഹിനൻ, മനസ്സിൽ എന്താണ് ഈ എഴുതാൻ വിചാരിച്ച ആ മുഖ്തസർ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ പിന്നെ ഖുതുബ അത് എഴുതല് ആദ്യമാണെന്ന് വരണ്ടേ. ഈ കിതാബ് ഒന്നും എഴുതിയിട്ടില്ല, ഈ ഖുതുബ എഴുതി തുടങ്ങിയിട്ട് പിന്നെ അതിന്റെ ശേഷം എഴുതാൻ പോകുന്നേ ഉള്ളൂ. അല്ല തിരിച്ച് കിതാബ് എഴുതി വെച്ചിട്ട് അതിന് ഖുതുബ എഴുതി ചേർക്കുകയാണെങ്കിൽ പിന്നെ ഹാദൽ മുഖ്തസർ എന്ന് പറഞ്ഞാൽ അപ്പൊ ഈ എഴുതി വെച്ചത് എന്നതിനർത്ഥം പറയാലോ. ഹാദിർ ദിഹിനൻ എന്നല്ലല്ല, എന്താണ് മൗജൂദ് ഖാരിജൻ, അൽ മൗജൂദ് ഖാരിജൻ, അങ്ങനെ ആകാലോ. അപ്പൊ അതിന് പറയാ വൈൻ തഖദ്ദമ അലാ വളഇൽ ഖുതുബത്തി, ഖുതുബന്റെ വള അത് എഴുതി ചേർക്കല് അതിനേക്കാൾ അത് മുന്തിയതാണെങ്കിലും ഇത് ആ മുഖ്തസർ ഇപ്പൊ എങ്ങനെയെന്ന് കൃത്യം ഉറപ്പില്ല, എന്താണ് സാധ്യതകളേ ഉള്ളൂ ഇവിടെ. അപ്പൊ അതുകൊണ്ട് ആ മുഖ്തസർ എന്ന് പറഞ്ഞത്, അതായത് ആ കിതാബ് എഴുതുന്നത്, കിതാബ് തഹാറത്ത് മുതൽ അങ്ങോട്ട് തുടങ്ങി കിതാബ് എഴുതിയത് ഈ ഖുതുബ എഴുതുന്നതിന് മുമ്പാണെങ്കിലും എഴുതി തീർത്തിയിട്ടാണ് ഖുതുബ എഴുതി ചേർക്കുന്നതെങ്കിലും ഈ ഹാദ എന്ന് പറഞ്ഞതിന്റെ ഇഷാറത്ത് എന്താണ്, ഹാലിറു ദിഹിനൻ എന്ന് തന്നെയാണ്. പിന്നെ അപ്പൊ വൈൻ എന്ന് പറഞ്ഞ വാവ് സായിദ ഇന്ന് ഉപാലകമായിട്ട്, പിന്നെ കമാഹുവ മുബയ്യനുൻ ഫി അവ്വലി ശറഹയ്യ ലിൽ ഇർഷാദി, ഇർഷാദിന്റെ 2 ശറഹില് അതിന്റെ തുടക്കത്തിലും വിശദീകരിച്ച പോലെ അവിടെ കമാഹുവ മുബയ്യനും ഫി ശറഹിൽ ഇർഷാദി എന്ന് ഒരു നുസ്ഖുണ്ട്, പിന്നെ ശറഹീലിൽ ഇർഷാദി. അപ്പോ
ഷറഹീൽ ഇർഷാദി എന്നാണെങ്കിൽ അപ്പൊ പിന്നെ അങ്ങനെ അല്ല എന്നാണ് മനസ്സിലാകുന്നത്. കാരണം എന്താണെന്നറിയോ, അവിടെ ഷറഹുൽ ഇർഷാദ് എന്ന് പറഞ്ഞ നുസ്ഖ വിശദീകരിച്ചപ്പോ ബിൽ ഇഫ്രാദി വൽ ഇളാഫത്തി എന്നുള്ളത്. അപ്പൊ ബിൽ ഇഫ്രാദി വൽ ഇളാഫത്തി എന്നാകണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഞാൻ വായിച്ച നുസ്ഖ ഷറഹയ്യ എന്ന് തസ്നിയ കൊണ്ടാകണ്ടേ, എന്റെ 2 ഷറഹിൽ എന്ന് വരണം. പിന്നെ അപ്പോ ഇർഷാദിന് 2 ഷറഹുണ്ടല്ലോ ഇബ്നു ഹജർ തങ്ങൾക്ക്. പിന്നെ അതിൽ 2 ഉണ്ടോ അല്ല അതിൽ 1 ഉള്ളോ എന്നുള്ളത് ഇപ്പൊ കിതാബ് നോക്കിയെങ്കിലേ എന്താവുള്ളൂ, നമുക്ക് ഉറപ്പാവുള്ളൂ. പിന്നെ തഖദ്ദുമുഹാ യദുല്ലു അലാ സനീഇഹി, അപ്പൊ ആ ഖുതുബയാണ് ആദ്യം എന്നുള്ളത് അറിയിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ 2 സാധ്യതയുണ്ട്. 2 ഹാലിർ ദിഹ്നൻ എന്നാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവിടെ കരീനത്ത് കൊണ്ട് ഏതാ കിട്ടുന്നത്, തഖദ്ദുമുഹ ഖുതുബയാണ് ആദ്യം പിന്നീടാണ് കിതാബ് എഴുതുന്നത് എന്നുള്ളത് യദുല്ലു അലൈഹി സനീഉഹു ഫി മവാദിഅ, പല സ്ഥലത്തെയും എന്താണ് മുസന്നിഫിന്റെ സനീ അങ്ങനെ അറിയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഇനി അങ്ങനെ പൂർത്തിയായാല് എന്ന് നബി ഇമാമല്ലേ പറഞ്ഞേ, നമ്മക്കോ അത് പൂർത്തിയായല്ലോ. വഖത്തമ്മ വലില്ലാഹിൽ ഹംദ്, അത് വലിയൊരു നിഅമത്താണ്. അപ്പൊ ശുക്ർ ചെയ്യണം. അപ്പൊ നബി ഇമാമിന്റെ കിതാബ് പൂർത്തിയായ നമ്മൾ ഹംദ് പറയണോ? നമ്മൾ ഹംദ് പറയണം. അത് ഇൻഷാ അല്ലാഹ് പറഞ്ഞപ്പോ പറഞ്ഞില്ലേ, മറ്റൊരാളുടെ ഫീല് അത് നമ്മളെ ഫീല് പോലെ തന്നെയാണ്. എന്നുപോലെ കിതാബ് നമ്മളല്ല എഴുതിയതെങ്കിലും കിതാബ് പൂർത്തിയായത് വലിയ നിഅമത്തല്ലേ, അത് നമ്മക്കും നിഅമത്താണ്. എന്ന പോലെ നബി ഇമാമിന് നിഅമത്താണ്, എല്ലാവർക്കും നിഅമത്താണ്. അപ്പൊ ഹംദ് പറയണം. അതാ വലില്ലാഹിൽ ഹംദ്. അയ്യക്കൂന ഫി മാന ശർഹി മിൻ ശറഹ, ശറഹ യശ്റഹു എന്ന് പറയും, അതിൽ നിന്ന് വന്നാണ് ഷർഹ്. ഷർഹ് എന്നുള്ള റായിന് സുക്കൂന. പിന്നെ ഷർഅ് എന്ന് പറഞ്ഞ ശരീഅത്ത് എന്നർത്ഥത്തിന് ഷർഅ് പറയുമല്ലോ, അതൊക്കെ റാവ് സുക്കൂന. പിന്നെ ഷർഹ് കശഫ, കശഫ എന്നുള്ള അർത്ഥത്തിന് തുറന്നു കാണിച്ചു, വെളിപ്പെടുത്തി, വബയ്യന വിശദീകരിച്ചു എന്നർത്ഥത്തിന്, ആ അർത്ഥത്തിനാണിത്. ലിൽ മുഹറരി ലി ഖിയാമിഹി ബി അക്സരി വളായിഫി ശുറാഹി, ശാരിഹീങ്ങളുടെ അധിക ബാധ്യതകളും ഇത് നിർവഹിക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്തത്, ആ ഷറഹിന്റെ മഅനയിലാണ് എന്ന് പറയാൻ കാരണം. ലി ഖിയാമിഹി എന്ന് പറഞ്ഞാൽ ഏതാ, ആ മുഖ്തസർ നിർവഹിക്കുന്നുണ്ട് ബി അക്സരി വളായിഫി ശുറാഹി, അല്ലെങ്കിൽ ഖിയാമിഹി നബി ഇമാം റളിയല്ലാഹു അൻഹു ഈ കിതാബ് കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നിർവഹിച്ചിട്ടുണ്ട്. എന്താണത്? അപ്പൊ ഒരു ഷാരിഹിന്റെ വലീഫ ബാധ്യത, ഒരു കിതാബ് ഷറഹ് ചെയ്യുമ്പോൾ എന്തൊക്കെയാ വേണ്ടതെന്നാ പറയുന്നത്. മിൻ ഇബ്ദാലിൽ ഗരീബി, അണ്ടോ ഗരീബായ പദമൊക്കെ മാറ്റണം. വൽ മൂഹിമി, എന്ന പോലെ മൂഹിമായ പദവും മാറ്റണം. അപ്പൊ ഷാരിഹിന് അങ്ങനെ മാറ്റാൻ പറ്റുമോ? ഇല്ല. ഷാരിഹ് ഷറഹ് ചെയ്യുമ്പോൾ ശരിക്കും എന്താണ്, മത്തിലുള്ള ഗരീബും മൂഹിമും അവിടെ നിർത്തിക്കൊണ്ട് ഇത് ഗരീബ് അല്ലാത്തൊരു പദം കൊണ്ട് വിശദീകരിക്കുക, ഈഹാം ഇല്ലാത്തൊരു പദം കൊണ്ട് വിശദീകരിക്കുക, ഇതാണ് ഷറഹിലെ ശരിക്കും ചെയ്യല്. പക്ഷെ അതിവിടെ അതാ ഗരീബിനെ മാറ്റി മൂഹിമിനെ മാറ്റി പകരം കൊണ്ടുവന്നുകൊണ്ടാണ് ഇവിടെ നിർവഹിച്ചത്. രണ്ടായാലും വിഷയം മനസ്സിലായാൽ മതിയല്ലോ. പിന്നെ വദിക്കിരി ഖുയൂദിൽ മസ്സലത്തി, മസ്സലന്റെ കൈദുകൾ പറയുക, ബയാനി അസ്ലിൽ ഖിലാഫി വമറാത്തിബിഹി വലമ്മി സിയാദാത്തിൻ നഫീസത്തിൻ ഇലൈഹി, അതിലേക്ക് എന്ത് ചെയ്യുക, നഫീസായ സിയാദത്തുകൾ ലമ്മി ചെയ്യുക. ഇതൊക്കെയാണെന്ത്, ഒരു ഷാരിഹിന്റെ എന്താണ് ശുറാഹിങ്ങളുടെ ബാധ്യത അതാണ്. അപ്പൊ അതൊക്കെ ഇത് നിർവഹിച്ചിട്ടുണ്ട് എന്നാ പറഞ്ഞ. ഇതൊക്കെ നിർവഹിച്ചു എന്നിട്ട് പിന്നെന്താണ്, ഇനി ബാക്കി വേറെന്തുണ്ടോ അവരുടെ വലായിഫിൽ നിന്ന് ഇലൈഹി എന്ന് പറഞ്ഞാൽ മത്തിനിലേക്ക് ചേർക്കാന്നാ. പിന്നെ വലം യബ്ഖ ദിക്റു നഹ്ബി ദലീലി വത്തഅലീലി, അല്ലോ ആ വലായിഫിൽ നിന്ന് ശേഷിക്കുന്നില്ല എന്തല്ലാതെ തെളിവ് പറയണം, തഅലീല് ഇല്ലത്ത് പറയണം, മസലക്ക് ഇല്ലത്ത് പറയണ്ടേ, അത് പറഞ്ഞിട്ടില്ല. അതുപോലത്തത് എന്നാ, അതും അതുപോലത്തെ പിന്നെയും ചില കാര്യമുണ്ട്. പിന്നെ ഫലിദ ലം യഖുൽ ഷർഹൻ ഉണ്ടോ ഫി മാന ഷർഹി എന്ന് പറയാൻ കാരണം അതാ പറഞ്ഞത്.
ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ ബാക്കിയുണ്ട്, എന്നാൽ അധിക ബാധ്യത നിർവഹിച്ചിട്ടുണ്ട്. അപ്പൊ ശരിക്കും പൂർണ്ണമായൊരു ഷറഹായിട്ടില്ലല്ലോ. ഇനി സുമ്മ അല്ലല ദാലിക ബി ഖൗലിഹി, എന്തിന് അത് ഷറഹ് പോലെ ഒരു ഷറഹിന്റെ മാനയിലാണ് എന്ന് പറഞ്ഞതിന് കാരണം പറയുന്നു മുസന്നിഫ്, അതിന് ന്യായം പറയുന്നു. ബി ഖൗലിഹി ഫഇന്നി ലാ അഹ്ദിഫു, അഹ്ദിഫു എന്ന് പറഞ്ഞ ബി ഇജാമി ദാലി ഉസ്ഖിതു നല ഉസ്ഖിതു. അതെ, ഹദഫ വേറെ ഫീലുണ്ട്, വേറെ അർത്ഥത്തിനുമാണ്. പിന്നെ മിൻഹു ഏതിൽ നിന്ന്, ആ മുഖ്തസറിൽ നിന്ന് അല്ലെങ്കിൽ ആ മുഹററിൽ നിന്ന്, അല്ലെ, പിന്നെ ഷൈഅൻ ബിഹസബി മാ അസംതു അലൈഹി, എന്റെ അസ്മനുസരിച്ച് ഞാനൊന്നും കളയുന്നില്ല എന്നല്ല, ആഹിദിഫ് കളയുന്നില്ല, കളയാൻ വിചാരിച്ചിട്ടില്ല എന്നാ അപ്പൊ അതിന്റെ അർത്ഥം, കളഞ്ഞില്ല എന്നല്ലല്ലോ. ബില്ലത്തി ഫീ നുസ്ഖത്തി, മുഹററിന് പല നുസ്ഖ ഉണ്ടാവുമല്ലോ, അല്ലെ. അപ്പൊ ചില നുസ്ഖയിൽ ഒരു ഹുക്കും അധികം, ഒരു ഹുക്കും പറയാനെന്ന് പറഞ്ഞാല് ഒരു എന്താണ്, ഒരു ഗലിമത്തൊക്കെ പറഞ്ഞാൽ ഒരു ഹുക്കുമങ്ങായി പോകൂലേ. അപ്പൊ ആ ഒരു ഗലിമത്തില്ലാത്ത നുസ്ഖ ഉണ്ടെങ്കിലോ, അതാ പറഞ്ഞേ, ആ മുസന്നിഫിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഇബ്നു ഹജർ തങ്ങൾ സംസാരിക്കുക, എന്റെ നുസ്ഖയിലുള്ളത് വലം യകുൻ ഫീമാ ദക്കർതുഹു മാ യുഫ്ഹിമു മാ ഹദഫ്തഹു, ചിലപ്പോ കളഞ്ഞിട്ടുണ്ടാവും, പക്ഷേ ഞാൻ പറഞ്ഞതിൽ എന്താണ് കളഞ്ഞതിനെ മനസ്സിലാക്കി തരുന്നത് ഇല്ലതാനും, അങ്ങനെ കളയൂല എന്നാ. അപ്പൊ ലാ അഹദിഫു എന്ന് പറഞ്ഞതിനൊരു കൈതാണ്, വലം യകുൻ ഫീമാ ദക്കർതുഹു, ഞാൻ പറഞ്ഞതിൽ ഇല്ല, മാ യുഫ്ഹിമു മാ ഹദഫ്തുഹു. അപ്പൊ അങ്ങനെ എന്താണ്, രണ്ട് കൈത് കൊടുക്കണം. എന്റെ നുസ്ഖയിലുള്ള ഹുക്കുമൊന്നും കളയൂലെന്നും, അങ്ങനെ കളയുമ്പോ ഞാൻ പറഞ്ഞതിൽ ഏതില്ലാത്ത രീതിയിൽ കളയൂലെന്നാ, അതിന്റെ മേൽ അറിയിക്കുന്നൊന്നും ഇല്ലാത്ത രീതിയിൽ കളയൂല, അപ്പൊ ഉള്ള രീതിയിൽ കളയാം. അതായത് പിന്നെ ഇവിടെ ഒരു ഇത്രാളുണ്ട്, അതിനാണ് ഇബ്നു ഹജർ തങ്ങൾ അങ്ങനെ രണ്ടെണ്ണം കൂട്ടിയത്. ഫലാ യരിദു അലൈഹി ശൈഉം മിമ്മ ഉത്രില അലൈഹി ബിഹദ്ഫിഹി ലഹു മിൻ അസ്ലിഹി, കണ്ടോ. അപ്പൊ ഒന്നും ഇത്രാളായി വരൂല. മിമ്മ ഉത്രില അലൈഹി, മുസന്നിഫിന്റെ മേൽ അതിനെ ഇത്രാളാക്കിയിട്ടുണ്ട്. ഫല ബിഹദ്ഫിഹി, മുസന്നിഫ് കളഞ്ഞു, ലഹു ആ ഒന്നിനെ, മിൻ അസ്ലിഹി എന്താണ്, ഈ മുഹററിൽ നിന്ന് കളഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട്. വൽ ഹുക്കുമു ശർഇയ്യു മിനൽ അഹ്കാമി എന്ന് പറഞ്ഞപ്പോൾ ഹുക്കും എന്താന്ന് പറയുന്നത്, വൽ ഹുക്കുമു ശർഇയ്യു ഖിതാബുല്ലാഹി തആലൽ മുതഅല്ലിഖു ബിഫിഅലിൽ മുകല്ലഫി മിൻ ഹൈസു ഇന്നഹു മുകല്ലഫുൻ. അത് അറിയുന്നതാണല്ലോ എല്ലാവർക്കും. അള്ളാഹിന്റെ ഖിതാബ് എന്ന് പറഞ്ഞാൽ കലാമുൻ നഫ്സിയാണ്, അത് മുക്കല്ലഫിന്റെ ഫീലുമായി ബന്ധപ്പെടുന്നതാണ്. അതല്ലാത്തതൊക്കെ ഉണ്ട്, അതൊന്നും ഹുക്കുമല്ലല്ലോ. ഞാൻ എന്താണ് ആകാശം സൃഷ്ടിച്ചു, ഭൂമി സൃഷ്ടിച്ചു എന്നൊക്കെ പറയുന്ന എന്താണ് അള്ളാഹിന്റെ ഖിതാബ് കലാമുൻ നഫ്സി ഉണ്ടല്ലോ, അതൊന്നും എന്തല്ല മുക്കല്ലഫിന്റെ ഫീലുമായി ബന്ധിക്കുന്നതല്ല. പിന്നെ മുക്കല്ലഫിന്റെ ഫീലുമായി മിന്നൈതു ഇന്നഹു മുക്കല്ലഫൻ, മുക്കല്ലഫാണ് എന്നുള്ള നിലക്ക് ബന്ധിക്കണം, അപ്പോഴാണ്. പിന്നെ ലുഗത്തൻ, അവിടെ ലാ അഹ്ദിഫു മിൻഹു ഷൈഅൻ എന്ന് പറഞ്ഞില്ല. ആ ഷൈഇന്റെ അർത്ഥം എന്താ, ലുഗത്തൻ ഇന്ദ അക്സരി അയിമ്മത്തിന, അതായത് ഈ ഷൈഉമായി ബന്ധപ്പെട്ടിട്ട് അഹ്ലുസുന്നത്തും മുഅ്തസിലത്തുമായിട്ട് ഖിലാഫുണ്ട്. പിന്നെ വൽ മഅദൂമു ഷൈഉൻ എന്ന്, മഅദൂമു ഷൈആണോ അല്ലേ എന്നൊരു ഖിലാഫുണ്ടല്ലോ, ശറഹുൽ അഖായിദിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അതിവിടെ പറയുന്നത്. വശൈഉ ലുഗത്തൻ ഇന്ദ അക്സരി അയിമ്മത്തിന മാ യസിഹു അൻ യുഅലമ വയുഖ്ബറ അൻഹു. മാ യസിഹു എന്ന് പറഞ്ഞാൽ മാ യജൂസു, പറ്റിയ ഒന്ന്, മഅലൂമാകാനും അതിനെ തൊട്ട് ഖബർ പറയാനും പറ്റിയ ഏതും ഷൈഅ് ആണ് എന്നാ. അപ്പൊ മൗജൂദ് മഅദൂമായതും അങ്ങനെ തന്നെയാണ് അല്ലേ, അത് മഅലൂമാകാലോ. മുഹാലാണെങ്കിലോ, ആ മുഹാലും മഅലൂമും അതിനെ തൊട്ട് ഖബർ പറയാനും പറ്റുമല്ലോ. മുഹാലാന്ന് പറയണ്ടേ. പിന്നെ ഉദാഹരണത്തിന് അങ്കാവ് എന്ന് പറഞ്ഞൊരു പക്ഷിയെ പറയുമല്ലോ, അതിപ്പോ ലോകത്ത് ഇല്ലാത്തൊരു സംഗതിയല്ലേ, എന്നതോടുകൂടെ തന്നെ അതെല്ലാവർക്കും മഅലൂമാണ്, അതിനെ തൊട്ട് ഖബർ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതും ശരിയാണ്. വഅലൈഹി അക്സറുൽ ഇസ്തിഅമാലി ഫിൽ ഖുർആനി വഗൈരിഹി വഇൻദ ആഖരീന. നമ്മളെ അയിമ്മത്തിന്റെ അക്സറിന്റെ അടുക്കൽ എന്ന് പറയും, വേറെ കുറെ അയിമ്മത്തിന്റെ അടുക്കൽ, കൽ ബൈലാവി, നാസിറുദ്ദീൻ അൽ ബൈലാവി റളിയല്ലാഹു അൻഹുവിനെ പോലത്തവര്, ഇൽമുൽ കലാമിന്റെ വലിയ എന്താണ് അയിമ്മത്താണല്ലോ അവര്. അപ്പോ ഹഖീഖത്തും ഫിൽ മൗജൂദി മജാസും ഫിൽ മഅദൂമി എന്നാ പറഞ്ഞത്. മൗജൂദിലാണ് അത് ഹഖീഖത്ത്, മജാസിൽ പ്രയോഗിക്കും, പക്ഷെ അത്
അല്ല മഅദൂമിൽ പ്രയോഗിക്കും, പക്ഷെ അത് മജാസായ പ്രയോഗമാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ എന്താണ് മായസിഹു അൻ യുഅലമ വയുഖ്ബറ അൻഹു എന്ന് പറഞ്ഞത് അത് ഹഖീഖത്തായിട്ട് തന്നെ, അതിൽ മജാസില്ല. അപ്പൊ മൗജൂദും മഅദൂമും രണ്ടിലും പറയും, പക്ഷെ ഹഖീഖത്തും മജാസുമായിട്ടാണ്. പിന്നെ വലം തഖ്തലിഫിൽ അശാഇറത്തു വൽ മുഅ്തസിലത്തു ഫീ ഇത്ലാഖിഹി അലൽ മൗജൂദി. ഇപ്പോഴാണ് ഇപ്പോൾ ഇത് പറയാനുള്ള കാരണത്തിലേക്ക് എത്തിയത്. അശാഇറത്തും മുഅ്തസിലത്തും, അശാഇറത്ത് എന്ന് അവിടെ പറഞ്ഞത് അഹ്ലുസുന്നത്ത് എന്നർത്ഥം, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. മുഅ്തസിലത്ത് പോലത്തെ വിദേഹത്തുകാരുടെ എതിരിൽ അശാഇറത്തിന് പറയുമ്പോൾ അത് സുന്നികൾ മൊത്തമാണ്, അശാഇറത്തും മാതുരിദിയ്യത്തുമാണ്, അല്ലാതെ അത്ബാഉൽ ഇമാം അബുൽ ഹസൻ അൽ അശാരി എന്നല്ല. മാതുരിദിയ്യത്തിന്റെ മുഖാബലയിൽ പറയുമ്പോഴാണ്, അവരുമായിട്ടുള്ള ഖിലാഫ് പറയുമ്പോഴാണ് അർത്ഥം വരിക. വൽ മുഅ്തസിലത്തി ഫീ ഇത്ലാഖിഹി അലൽ മൗജൂദി, മൗജൂദിനെ കുറിച്ച് ശൈഅ് എന്ന് പറയും എന്നുള്ളതിൽ ഖിലാഫില്ല. വഇന്നമൻ നിസാഉ ബൈനഹുമാ ഫീ ശൈഇയ്യത്തിൽ മഅലൂമി, മഅലൂമ് ശൈആണോ ഇതിൽ മഅലൂമിന്നോ മഅലൂമെന്നാവൂലല്ലോ, മഅദൂം എന്നല്ലേ വേണ്ടിയ. പിന്നെ നോക്കട്ടെ, അവിടെ മഅദൂമെന്നാ, മഅദൂമിന്റെ ശൈഇയ്യത്തിലാണ് ഖിലാഫ് എന്ന് പറഞ്ഞാല് മഅദൂമിനെ കുറിച്ച് അതൊരു ഷെയ്അന്ന് പറയോ ഇല്ലേന്ന്. മൗജൂദ് ഷെയ്ആണ്, അപ്പോ ഷെയ്ഉൻ എന്ന് പറഞ്ഞാൽ മൗജൂദ് എന്നർത്ഥം. അല്ല, മഅലൂമിന്ന് തന്നെയാണ്, വേറെ രണ്ടാമത്തെ നുസ്ഖയിലും മഅലൂമെന്ന് തന്നെ. അപ്പൊ മഅലൂമെന്നായിരിക്കും. നേരത്തെ പറഞ്ഞ ആദ്യം പറഞ്ഞില്ലേ മാ യസിഹു അൻ യുഅലമ വയുഖ്ബറ അൻഹു, അപ്പൊ അതിൽ നിന്ന് അത് മഅലൂമാണല്ലോ, മുഖ്ബർ അൻഹു ആണ്. അതിൽ നിന്ന് മൗജൂദ് അല്ലാത്തവകളെ കുറിച്ച് എന്ത് പറയുവോ ഇല്ലേ, ഈ ഷെയ് എന്ന് പറയുവോ ഇല്ലേ എന്നുള്ള ഖിലാഫാണുള്ളത്. അപ്പൊ ആ ഷൈഇയ്യത്തിന്റെ അർത്ഥം എന്താ, മഅലൂമിന്റെ ഷൈഇയ്യത്ത് എന്ന് പറഞ്ഞാൽ ബിമാന സുബൂത്തിഹി ഫിൽ ഖാരിജി വഅദ്മി സുബൂത്തിഹി ഫീഹി, ആ മഅലൂമ് ഖാരിജില് സാബിത്താണ് സാബിത്തല്ല എന്നർത്ഥത്തിന്, അതാ ഷൈഇയ്യത്തിന്റെ അർത്ഥം. അപ്പൊ ഖാരിജില് സാബിത്താണ് എന്നും ഖാരിജില് സാബിത്തല്ല എന്നും എന്താണ് പറഞ്ഞത്, അതായത് എല്ലാ മഅലൂമും ഖാരിജില് സാബിത്താണെന്ന് പറയുന്നുണ്ട് ഇവര്. പിന്നെ അതാ ബിമാന സുബൂത്തിഹി ഫിൽ ഖാരിജി എന്ന് പറഞ്ഞാൽ ഐ മുൻഫക്കൻ അൻ സിഫത്തിൽ വുജൂദി, മൗജൂദ് എന്നല്ലാതെ സാബിത്ത് എന്ന് പറയുന്നൊരർത്ഥമുണ്ട്. അതായത് അവര് ഖാരിജിൽ മൗജൂദ് എന്ന് പറയുന്ന ഈ ഇൽമുൽ ഫൽസഫയിലുണ്ടല്ലോ, ഈ ആലമിന് ഒരു മിസാലുണ്ട് എന്നും അത് വേറെ ഖാരിജി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് സാബിത്താണ് എന്നും, അത് അവിടുന്ന് ഇങ്ങോട്ട് എന്താണ് നമ്മൾ ഈ കാണുന്ന ആലമിലേക്ക് ഓരോന്നോരോന്ന് പോരുമ്പോഴാണ് അതിനെന്ത് അത് മൗജൂദായി പരിഗണിക്കുക എന്നുള്ള അതിന് വുജൂദ് കിട്ടുന്നത് എന്നൊക്കെ പറയുന്ന അവരുടെ കുറെ വാസിദായ ഫലാസിഫത്തിന്റെ കുറെ വാസിദായ വാദങ്ങളുണ്ട്. അതുകൊണ്ട് താസുറായതായി മുഅ്തസിലത്ത്. ഈ മുഅ്തസിലത്ത് കൂടുതലും എന്താണ് ഈ ഫലാസിഫത്തിന്റെ വാദം കൊണ്ട് താസുറായിട്ടാണ് ഈ വിദഅത്തൊക്കെ വന്നത് എന്നുള്ള പല കിതാബിലും ഉണ്ടല്ലോ. അവര് എന്ത് ചെയ്തു, അവരുടെ കിതാബുകൾ വല്ലാതെ വായിക്കാൻ തുടങ്ങി ഫലാസിഫത്തിന്റെ. അങ്ങനെയാണ് അവർ പെട്ടത്. അവരുടെ പല വാദവും അതിൽ നിന്ന് വന്നതാണ്. പിന്നെ വൈന്ദൽ മുഅ്തസിലത്തി ഫൈന്ദൽ അശാഇറത്തില, അപ്പൊ എന്തല്ല ഖാരിജില് സുബൂത്താണോ, അല്ല എന്ന് പറഞ്ഞാൽ ഷെയ് അല്ല. അതാണ് മഅലൂം ഷെയ് അല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ, ഖാരിജില് സുബൂത്തല്ല. ഇനി മുഅ്തസിലത്ത് പറയുന്നതോ ആണ് വൈന്ദൽ മുഅ്തസിലത്തി നഅം, പിന്നെ അത് ഈ പറയുന്നതാണത്. ഖാലൽ മുസന്നിഫു ഗൈറുഹു വവാഫഖൂന അലാ അന്നൽ മുഹാല ലാ യുസമ്മാ ശൈഅൻ. മുസന്നിഫു ഗൈറും പറഞ്ഞ് ആ മുഅ്തസിലത്ത് നമ്മളോട് യോജിക്കുന്ന എന്ത് വിഷയത്തില്, മുഹാലിന്
ആ ഷെയ് എന്ന് പറയില്ല എന്ന് മുസന്നിഫ് ഓയറും പറഞ്ഞിട്ടുണ്ട്. മഹല്ലു ബസ്ത് സാലിക കുത്തുബുൽ കലാമി, അതിനെക്കുറിച്ചും കുറച്ച് പറയാനുണ്ട്. പക്ഷെ അത് ഇൽമുൽ കലാമിന്റെ കിതാബിലാണ് അത് കൂടുതൽ പറയേണ്ടത്. വിശാലമായി പറയണമെന്നുണ്ടെങ്കിൽ അവിടെ പറ്റുള്ളൂ. പിന്നെ മുഹാലിന് പറയില്ല എന്നാ ഇപ്പൊ പറഞ്ഞ. പക്ഷെ നേരത്തെ പറഞ്ഞ യുഅലമ വയുഖ്ബറ അൻഹു എന്ന് പറഞ്ഞാല് മുഹാലും പെടുമല്ലോ അല്ലേ? അപ്പൊ അതാ പറഞ്ഞത്, അത് തഹരീർ ചെയ്യണമെങ്കിൽ അതിന് കുറച്ച് പറയാനുണ്ട്. പിന്നെ അസ്ലൻ ലാ അഹ്ദിഫു മിൻഹു അസ്ലൻ, ഒന്നും കളയൂലാന്ന്, തീരെ കളയൂലാന്ന്. അഹ്കാമിൽ നിന്ന് ഷൈഅൻ അസ്ലൻ എന്ന് പറഞ്ഞാൽ ഹിയ ഉറുഫൻ ലിൽ മുബാലഗത്തി ഫിന്നഫി. കണ്ടോ, മസ്ദറൻ ഔ ഹാലൻ, മസ്ദറായിട്ട് അല്ലെങ്കിൽ ഹാലൻ മുഅക്കിദത്തൻ, മുഅക്കിദായ ഹാലായിട്ട്. അപ്പോ മസ്ദറാകുമ്പോ ഉഅസ്സിലു അസ്ലൻ എന്നാവും. പിന്നെ ഹാല് മുഅക്കിദത്തായിട്ടുള്ള അർത്ഥം അവിടെ പറയുന്ന അല്ലി ലാ അഹ്ദിഫു. ഏതിനാണ് ആ ഹാലു മുഅക്കിദത്ത്? ലാ അഹ്ദിഫു എന്ന് പറഞ്ഞ നഫിക്ക്, അഹ്ദിഫു എന്നുള്ളതിനല്ല, അത് മംഫിയാണല്ലോ. അപ്പൊ ലാ അഹ്ദിഫു, ഞാൻ കളയില്ല, അസ്ലൻ ഐ മുസ്തഅ്സിലൻ എന്നാണ്. ഹാലു മുഅക്കിദത്താവുമ്പോ അത് മസ്തറാക്കാൻ പറ്റൂലല്ലോ. ലാ അഹ്ദിഫു എന്ന് പറഞ്ഞിട്ട് ഉഅസ്സിലുഹു തഅ്സീലൻ എന്നാണ് പിന്നെ മസ്തറായി സങ്കല്പിക്കുമ്പോ. അതായത് കളയില്ല എന്നുള്ളതിനെ ഞാൻ എന്താക്കി പറയുന്നു? അസിലാക്കി പറയുന്നു, ഉറപ്പിച്ചു പറയുന്നു എന്നാ. പിന്നെ ഐ മുസ്തഅ്സിലൻ ഐ ഖാത്തിഅൻ ലിൽ ഹദ്ഫി മിൻ അസ്ലിഹി മിൻ ഖൗലിഹിം ഇസ്തഅ്സലഹു ഖതഅഹു മിൻ അസ്ലിഹി എന്ന് പറഞ്ഞു. അതായത് മുസ്തഅ്സിലൻ, അസ്ലൻ എന്നുള്ളതിന്റെ അർത്ഥം മുസ്തഅ്സിലൻ എന്നാ. അപ്പൊ ആ മുസ്തഅ്സിലന്റെ അർത്ഥം എന്താ? ഖാത്തിയൻ എന്നുമാണ്. അത് ഖതഅ എന്നുള്ള അർത്ഥത്തിന് ഇസ്തഅ്സല എന്ന് പറയും. അതിനുശേഷം പറയുന്നതാ ലിൽ ഹദ്ഫി. എന്തിനെ ഖത്ത് ചെയ്യുക? ഉറപ്പിച്ചു പറയുക ഹദ്ഫിനെ. അല്ല, ഖാത്തിയൻ എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കുക എന്നല്ല, ഖാത്തിയൻ ലിൽ ഹദ്ഫി എന്നല്ലേ, ലിൽ ഹദ്ഫു എന്നല്ല. അപ്പോ ഹദ്ഫിനെ ഖത്ത് ചെയ്യുക, ഹദ്ഫ് പിന്നെ ഖത്ത് ചെയ്യുക, മുറിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ മുറിച്ചിടുക എന്ന് പറഞ്ഞാൽ ഹദ്ഫ് ഉണ്ടാവൂല എന്നർത്ഥം. അതാ ഖാത്തിയൻ ലിൽ ഹദ്ഫി, ഹദ്ഫിനെ മുറിച്ചിടുക, അസ്ലൻ എന്നുള്ളതിന്റെ അർത്ഥം. അപ്പോ ആ ഹദ്ഫിനെ തന്നെ ഇല്ലായ്മ ചെയ്തതായ നിലയിൽ, പാടേ ഇല്ലായ്മ ചെയ്തതായ നിലയിൽ എന്നാ. മിൻ അസ്ലിഹി എന്ന് പറഞ്ഞത് ഖാത്തിയൻ എന്നതിനോട് ബന്ധിച്ചതാണ്. ആ മുസ്തഅ്സിലൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പറഞ്ഞതാണ് ഖത്അൻ മിൻ അസ്ലിഹി, ഖാത്തിയൻ മിൻ അസ്ലിഹി. എന്തിനെയാണ് ഖത്ത് ചെയ്യുന്നത്, മുറിച്ചിടുന്നത്? ആ ഹദ്ഫിനെ, പിന്നെ പൂർണ്ണമായും അടിവേരോടുകൂടെ ഹദ്ഫിനെ എന്ത് ചെയ്യുക? മുറിച്ചിടുക എന്നാ. അപ്പോ ഹദ്ഫ് ഉണ്ടാവൂല എന്നർത്ഥം. ഖത്ത് എന്തിനെയാണ് ഖത്ത് ചെയ്യുന്നത്? ഹദ്ഫിനെയാണ് ഖത്ത് ചെയ്യുന്നത്. ഇസ്തിസാല് മിൻ ഖൗലിഹിം, ഇത് അവരുടെ ഖൗലിന്റെ മുസ്തഖാണ്. ഇസ്തഅ്സലഹു എന്ന് പറയും, ഖതഅഹു മിൻ അസ്ലിഹി. കണ്ടോ? അപ്പൊ ഇസ്തിസാല് എന്ന് പറഞ്ഞാല് അടിവേര് കൂട്ടി മുറിക്കുക, ഉന്മൂലനം ചെയ്യുക എന്നൊക്കെയാണ്, പാടേ ഇല്ലാതാക്കുക. അപ്പൊ മിൻ അസ്ലിഹി എന്ന് പറഞ്ഞത് ആ ഇസ്തഅ്സലന്റെ അർത്ഥത്തിൽപ്പെട്ടതാ. അതുകൊണ്ടാണ് അവിടെ ഖാത്തിയൻ മിൻ അസ്ലിഹി എന്ന് പറഞ്ഞത്. എന്തിനെയാണ് ഖത്ത് ചെയ്യുന്നത്? ഹദ്ഫിനെ. ഇങ്ങനെ ഹാലു മുഅക്കിദത്താക്കാം, അല്ലെങ്കിൽ എന്ത് മസ്തറാക്കാം. മസ്തറാവുമ്പോ എങ്ങനെ അർത്ഥം വരിക എന്നുള്ള അവിടെ പറഞ്ഞിട്ടില്ല. വലാ മിനൽ ഖിലാഫി വലാ അഹിദു മിന്നു ഷൈഅൻ ബിൽ മഅന സാബിഖി. കളയില്ല എന്ന് പറഞ്ഞ മുമ്പ് പറഞ്ഞ പോലെ തന്നെ എന്റെ നുസ്ഖയിലുള്ളത്, അല്ലെങ്കിൽ കളഞ്ഞതിന്റെ മേലിൽ പറഞ്ഞത് ഒന്ന് ഖരീനത്തായി ദലാലത്തായി ഇല്ലാതിരിക്കുമ്പോ അതാ മിനൽ ഖിലാഫി വലൗകാന വാഹിയൻ ഐ ലഈഫൻ ജിദ്ദൻ. ലഈഫിനേക്കാള് എന്താണ്, ലഈഫ് എന്ന് പറയുന്നതിനേക്കാള് പിന്നെ എന്താണ് ളുഅഫിന്റെ മേൽ കൂടുതലായി അറിയിക്കുന്ന ഇബാറത്താണ് വാഹിയൻ എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ലഈഫൻ ജിദ്ദൻ എന്ന് പറഞ്ഞത്. മജാസുൻ അനി സാഖിത്തി, അത് സാഖിത്ത് വീണുപോയത്, തീരെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ. ഖിലാഫാകുമ്പോ ദലീലൊക്കെ ഉണ്ടെങ്കിൽ അല്ലെ പിടിച്ചു നിൽക്കാൻ കഴിയുക. അപ്പൊ അതില്ലാത്ത നിലയിൽ വീണുപോയത് എന്നർത്ഥത്തിന് തൊട്ട് മജാസാണ് എന്ന് പറഞ്ഞാല് ആ ഒരു ദലീലും ഇല്ലാത്തതാണെങ്കിലും, അല്ലെ പറ്റേ ലഈഫായ ദലീലാണ്, എന്നാലും അത് പറയും ഞാൻ. മാമ എന്താണ് അശർതു ഇലൈഹി മിനൻ നഫായിസി എന്ന.
ഒന്നോടുകൂടെ മഅമ എന്ന് പറഞ്ഞാൽ ഐ ആത്തി ബി ജമീദാലിക്ക മസ്ഹൂബം ബിമാ അശർതു ഇലൈഹി. അപ്പം മഅമ എന്ന് പറഞ്ഞത് മുസാഹബത്തിനാണല്ലോ. അപ്പൊ ഇപ്പറഞ്ഞത് ആത്തി ബി ജമീദാലിക്ക എന്ന് പറഞ്ഞാൽ ആ അഹ്കാമും ഖിലാഫും കളയില്ല എന്ന് പറഞ്ഞാൽ അതിൽ നിന്നൊന്നും എന്ന് പറഞ്ഞാൽ കൊണ്ടുവരുന്നല്ലേ അതിന്റെ അർത്ഥം. അപ്പൊ അതിൽ നിന്ന് അറിയപ്പെട്ട ഒരു ഇത്തിയാനിലേക്ക്, കളയാതിരിക്കുക എന്ന് പറഞ്ഞതിൽ നിന്ന് അറിയപ്പെട്ട ഒരു ഇത്തിയാനിനാണ് ഈ മുസാഹബത്ത്. അതാണ് ഈ ആത്തി ബി ജമീദാലിക്ക, അഹ്കാമും ഖിലാഫും എല്ലാം മുഴുവൻ കൊണ്ടുവരും. മസ്ഹൂബം ബിമാ അശർതു ഇലൈഹി മിനൻ നഫായിസിൽ മുതഖദ്ദിമത്തി എന്ന്. ഇനി എന്താണ്, അതിന്റെ കൂടെ വേറൊരു കിതാബും കൂടി എഴുതാൻ തുടങ്ങി എന്നാ പറയുന്നത്. ദഖായിഖുൽ മിന്നാജ് എഴുതാൻ തുടങ്ങിയതാ ഇനി പറയുന്നത്.